പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. നിലവിൽ WWE ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ ആക്റ്റീവ് അല്ലെങ്കിലും ബ്ലഡ് ലൈൻ താരങ്ങൾ WWE പുറത്തുണ്ട്. അപ്പോൾ അതിലെ നമുക്കറിയുന്ന രണ്ട് റെസ്ലേഴ്സാണ് സില ഫാറ്റു, ഉമാഗയുടെ മകനും, അതുപോലെ തന്നെ റോമൻ റീൻസിൻ്റെ കസിനായ ലാൻസ് അനുവായ് എന്ന് പറയുന്ന മുൻ WWE സൂപ്പർ സ്റ്റാറും. അപ്പോൾ ഇവർ ടീം ആയിക്കൊണ്ട് ഹൗസ് ഓഫ് ഗ്ലോറി എന്ന ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനിയിൽ ഹാർഡി ബോയ്സിൻ്റെ കൈവശമുണ്ടായിരുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുകയുണ്ടായി. മത്സരത്തിൽ ഹാർഡി ബോയ്സ് ആണ് ടൈറ്റിൽ വിജയിച്ചത്. ആ മത്സരത്തിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. മത്സരശേഷം സില ഫാറ്റുവിനെ ലാൻസ് അനുവായി ആക്രമിച്ചു. സ്പിയർ കൊടുത്തും അദ്ദേഹം സൂപ്പർ കിക്ക് ചെയ്തുമൊക്കെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ലാൻസ് അനുവായി ഹീലാകുന്നതും സില ഫാറ്റുവിനെതിരെ ഒരു സ്റ്റോറി തുടങ്ങുന്നതും അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ലൈൻ സ്റ്റോറി അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ മെമ്പേഴ്സ് തമ്മിലുള്ള സ്റ്റോറി WWE അല്ലാതെ പുറത്തും അവർ ചെയ്യുന്നുണ്ട്. ഇത് ബ്ലഡ് ലൈനുമായി റിലേറ്റ് ചെയ്തിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഹൗസ് ഓഫ് ഗ്ലോറി എന്ന ഇവൻറ്റിലൂടെ അവർ ഇന്നലെ കാഴ്ചവെച്ചിട്ടുള്ളത്. സില ഫാറ്റുവിൻ്റെ WWE ഡെബ്യൂവിന് കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഉമാഗയുടെ മകനായതുകൊണ്ടാണ്. പക്ഷേ അത്തരത്തിലൊരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് നിലവിൽ പുറത്തേക്ക് വരുന്നില്ല. ഈ സ്റ്റോറിയെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. ഇന്നലെ നടന്ന ജേക്ക് പോൾ വേഴ്സസ് ആൻ്റണി ജോഷുവ തമ്മിലുള്ള ബോക്സിംഗ് മത്സരത്തിൽ 6ാമത്തെ റൗണ്ടിൽ നോക്കൗട്ട് ചെയ്ത് ജേക്ക് പോളിനെ പരാജയപ്പെടുത്തി ആൻ്റണി ജോഷുവ വിജയിച്ച ആ ഒരു ഫൂട്ടേജും ആ ഒരു റിസൾട്ടും നിങ്ങളിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഈ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് എത്തിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജേക്ക് പോളിൻ്റെ സാലറി എത്രത്തോളം ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. $92 മില്യൺ ജേക്ക് പോളിന് മത്സരം പരാജയപ്പെട്ടതിന് ശേഷം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 824 കോടി രൂപയോളം അദ്ദേഹം വെറും 6 റൗണ്ട് മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ ആ ഒരു ഫൈറ്റിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സിംഗ് മത്സരത്തിന് ഒരു ഫൈറ്റർക്ക്, മെയിൻ ഇവൻറ്റ് കളിക്കുന്ന ഒരു ഫൈറ്റർക്ക് കിട്ടുന്ന ഒരു സാലറി, അതും ജേക്ക് പോളിനെ പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് കിട്ടുന്ന ഒരു സാലറി എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടായിരിക്കും ജേക്ക് പോളിന് ഇത്രയും വലിയൊരു സാലറി കിട്ടിയത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നലെ നമ്മൾ പങ്കുവച്ചിരുന്നു. റോ എപ്പിസോഡ് അടുത്ത ആഴ്ചത്തേത് മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൂട്ടേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കും ഗുന്തറും ഫേസ് ടു ഫേസ് വരുന്ന ഒരു ഫൂട്ടേജ്. അപ്പോൾ ഗുന്തറിന് ഓവർ പുഷാണോ കൊടുക്കുന്നത് എന്നുള്ള തലത്തിൽ നിലവിൽ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കിനെതിരെ ഒരു സ്റ്റോറി ആരംഭിച്ച് ഗുന്തറിനെ വീണ്ടും വേൾഡ് ചാമ്പ്യൻ ആക്കാൻ പോകുകയാണോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗുന്തർ ജോൺസനെ റിട്ടയർ ചെയ്യിപ്പിച്ചിട്ട് തന്നെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും വേൾഡ് ചാമ്പ്യൻ ആകുന്ന രീതിയിലേക്ക് ഗുന്തറിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓവർ പുഷ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് സോളോ സിക്കോവ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. സോളോ സിക്കോവയുടെ ഫേസ് ടേൺ ഇനി അധികം വൈകാതെ കാണാൻ സാധിച്ചേക്കാം. അതിൻ്റെ സൂചനകൾ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ റോ എപ്പിസോഡും സ്മാക്ഡൗൺ എപ്പിസോഡും ഒക്കെ പ്രീ ടൈപ്പ് ചെയ്തതിന് ശേഷം കാണികൾക്ക് വേണ്ടിയിട്ട് ഒരു രസകരമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് WWE ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സോളോ സിക്കോവ ചെയ്യുന്ന കോമഡിപരമായിട്ടുള്ള ഭാഗങ്ങൾ അത് ആരാധകർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. സോളോ സിക്കോവ ഇതിന് മുൻപും ഇത്തരത്തിൽ വൈറൽ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസും അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റ്സും എല്ലാം ആരാധകർ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാറുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ ഈ ഒരു സെഗ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് സോളോ സിക്കോവയെ ഫേസ് ആക്കിയാൽ അതിമനോഹരമായിരിക്കുമെന്നാണ്. കാരണം നമ്മൾ കണ്ട നാൾ മുതൽ അദ്ദേഹം ഒരു ഹീലാണ്. അതിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹത്തെ ഫേസ് ആക്കിയാൽ നിലവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വെച്ച് കാണികളുമായി നല്ല രീതിയിൽ കണക്റ്റ് ആകാൻ അദ്ദേഹത്തിന് സാധിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്നലത്തെ ആ ഒരു വീഡിയോ. ജെ ഊസോയുടെ ആ ഈറ്റടിക്കുന്ന ഭാഗം അദ്ദേഹം ചെയ്യുന്നതൊക്കെ വളരെ രസകരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊരു കോമഡി ലെവലിലാണ് അദ്ദേഹം ചെയ്തത് എന്നുണ്ടെങ്കിലും ഒരു ഫേസ് ക്യാരക്ടറായിട്ട് സോളോ മാറിയാൽ നല്ലൊരു സപ്പോർട്ട് കാണികളുടെ ഭാഗത്ത് നിന്ന് കിട്ടും. ചിലപ്പോൾ ജെ ഊസോയേക്കാൾ നല്ല രീതിയിലുള്ള ഒരു പുഷും സോളോ സിക്കോവയ്ക്ക് കിട്ടും. ഇനി വരുന്ന വർഷങ്ങളിൽ 2026 തന്നെ സോളോ സിക്കോവയുടെ ഒരു ഫേസ് ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ട്രിപ്പിൾ എച്ച് ബുക്ക് ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.